ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു മുട്ടക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു മുട്ടക്കറി തന്നെയാണ്. പക്ഷേ എൻ്റെ രീതിയിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉൾപ്പെടുത്തി ഇതിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ മുട്ടക്കറി. ഓക്കെ, അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഏത് ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി എറിഞ്ഞത്, അതുപോലെ 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് അരിയണേ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ഇതിലേക്ക് 2 അത്യാവശ്യം വലിപ്പമുള്ള സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇതേപോലെ തന്നെ ഒരു സവാള എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് കുറുകയും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ ആദ്യം കട്ടി കുറച്ച് കേട്ടോ. അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും കേട്ടോ. സവാള ഇനി പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴലണം കേട്ടോ. അത്യാവശ്യം മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ. ഇനി ഇതൊരു മീഡിയം തീയിലിട്ടിട്ട് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ വഴറ്റി ഈ തക്കാളി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആക്കണേ. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് നല്ലതുപോലെ എണ്ണ തെളിയുന്ന ഒരു പരുവമായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. തീ കുറച്ച് വെക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പം സാധാരണ ഗരം മസാലയോ ഏത് ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങളുടെ ഗരം മസാല ഇല്ലെങ്കിൽ പെരുംജീരകം പൊടിച്ച് ചേർത്താലും മതി. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം പെരുംജീരകം കൂട്ടി ചേർത്ത് ഞാൻ പൊടിച്ചൊരു ഗരം മസാല ഉണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കുന്നത് ചെറിയ ചൂടുവെള്ളം ആയിരിക്കണം കേട്ടോ, എന്നാലാണ് ആ കറിക്കൊരു ടേസ്റ്റ് കേട്ടോ. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി പാകത്തിന് ഉപ്പൂടെ ചേർക്കാം. അപ്പം നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട, എന്നാൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി ആ ഒരു പരുവത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു വെള്ളം ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്ന 5 മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം ചെറിയ തീയിൽ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ഒരു ലുക്കാണ് ഈ കാണാൻ. പാലപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് പോകും. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളമെങ്കിലും അടച്ച് വെക്കണം. ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റെങ്കിലും ആയി കാണും. ഞാൻ ഇത് തുറക്കാൻ പോവാണ് കേട്ടോ. കാണാൻ തന്നെ എന്നാ ഒരു കളറല്ലേ. കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞത് കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് ഗ്രേവി ആയിട്ട് കാണത്തില്ല, ഇതേപോലെ ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയേ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
തീ ഓഫാക്കാം. അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി. നല്ലൊരു ടേസ്റ്റുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറാക്കണം. നല്ലൊരു മുട്ടക്കറിയാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എരിവ് നിങ്ങളുടെ അളവനുസരിച്ച് ക്രമീകരിക്കാം. അതായത് ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് ചേർത്താൽ മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ തക്കാളി ചേർക്കുന്നതുകൊണ്ടേ പച്ചമുളകിൻ്റെ എരിവൊന്നും വലിയ എരിവായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പം നാട്ടിലുള്ളവരാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ ചേർക്കുന്ന ടൊമാറ്റോയുടെ പുളിരുചി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇവിടുത്തെ ടൊമാറ്റോയ്ക്കൊന്നും വലിയ പുളിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ 1.5 ചേർത്താലും, അതായത് ഒരു മീഡിയവും ഒരു ചെറുതും ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ നാട്ടിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. ഇതുപോലെ തക്കാളിയൊക്കെ ഈ രീതിയിൽ അരിയുവാണെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഈ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ സവാള ഇതേപോലെ നല്ലതുപോലെ വഴണ്ട് കിട്ടുമ്പോഴും ഈ കറിക്കൊരു ടേസ്റ്റാണ്. അങ്ങനെ തന്നെ അരിയണം കേട്ടോ, ഞാൻ കാണിച്ച പോലെ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടെ, കുറേ മുട്ടക്കറികളുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊരുപാട് കിടിലൻ ടേസ്റ്റുള്ള മുട്ടക്കറികളുണ്ട്. അതിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മുട്ടക്കറിയാണ് മുട്ടക്കുറുമ. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇതിൻ്റെ ഐക്കാർഡിലോ ഒക്കെ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.